ഹായ് ഹലോ വെൽക്കം ബാക്ക് സ്നേഹാസ്നി. ഈ വീഡിയോ എടുത്ത് ഒരു വർഷമായി വീഡിയോ എടുത്ത്. ഞാൻ പറഞ്ഞില്ലേ മണാലി പാക്കേജൊക്കെ പോയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. കഴിഞ്ഞ വീഡിയോ ഇട്ടായിരുന്നു താജ്മഹൽ ഡൽഹി അങ്ങനത്തെ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ വീഡിയോസൊക്കെ ഞാൻ നേരത്തെ എടുത്തായിരുന്നു. അപ്പം അന്ന് യൂട്യൂബൊന്നും എനിക്ക് ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ചുമ്മാ വീഡിയോ എടുത്ത് എന്തെങ്കിലും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പം വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച്. അതാ ഇതൊരു വർഷത്തോളം മുന്നുള്ള വീഡിയോ ആണ്. അപ്പം ഇന്ന് ഇതാ യൂട്യൂബൊക്കെ തുടങ്ങിയപ്പം ഇന്ന് ഇടാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങളിതാ ഒരു സ്ഥലത്തേക്ക് പോവാം. അതെവിടെയെന്ന് വെച്ചാൽ നമ്മൾ മണാലി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഡൽഹിയിലാണ്. അപ്പം ഡൽഹിയിൽ നിന്ന് നമ്മൾ കാശ്മീർ ഗേറ്റ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അവിടെ നിന്ന് ഒരു 7, 8, 9 മണിയാകുമ്പോൾ ബസ് വരും. അപ്പം ബസ്സിൽ നിന്നാണ് പോകുന്നത്. രാവിലെ ആകുമ്പോൾ നമുക്ക് മണാലി എത്തും. അങ്ങനെ അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ ബുക്ക് ചെയ്ത് നമ്മളൊരു പാക്കേജ് അനുസരിച്ചാണ് നമ്മൾ പോയത്. അപ്പോൾ ഞാൻ കോൺടാക്റ്റൊക്കെ ചെയ്തു. 3 ദിവസത്തേക്കാണ്, 2 നൈറ്റും 1 ഡേ ഇതാണ്. കൊള്ളാം. 3 ദിവസത്തേക്കാണ്. അപ്പം അതെല്ലാം ഇൻക്ലൂഡിംഗ് ആണ്. ഫുഡെല്ലാം ട്രാവലിംഗ് ആയിപ്പോലും അതെല്ലാം ഇൻക്ലൂഡിംഗ് ആണ്. എന്തെങ്കിലും കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കാശ്മീർ ഗേറ്റിൽ ഞാൻ ഡൽഹിയിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് കുറേ സ്ഥലങ്ങളൊക്കെ എനിക്കറിയാം. അങ്ങനെ ചുമ്മാ ഞങ്ങൾ 3 പേരുടെ ടീമും 3 പേര്, ഞാനും മമ്മിയും അനിയൻ. എന്നാൽ വണ്ടി വന്നു, നമ്മുടെ വാൻ വന്നു, ബസ്. ഞങ്ങൾ ബസ്സിനകത്ത് ഇരുന്നു. ഞങ്ങൾ 3 പേരുണ്ട്. അപ്പം അപ്പുറത്തിരിക്കുക. ഞങ്ങൾ 3 പേരെ ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ ഏകദേശം ഒരു രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ നല്ല ക്ഷീണമൊക്കെ ആയിരുന്നു. എന്നാൽ രാവിലെയൊക്കെ നാളെ എന്തായാലും പൊളിക്കുകയാണല്ലോ. അതൊക്കെ ഷീറ്റും എല്ലാം തന്ന് ചുമ്മാ ഇങ്ങനെ സിറ്റിയായിട്ട് നമ്മൾ സ്നാക്സും അങ്ങനെ കഴിച്ച് ഫോണിൽ സിനിമയും കണ്ട് അങ്ങനെ ഇരുന്ന് അങ്ങനെ ചില്ലിങ് വൈബായിരുന്നു. പിന്നെ നമ്മൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ മതി. മണാലി പാക്കേജ്. അങ്ങനെ ഞങ്ങളിവിടെ ഏകദേശം ഒരു 10, 11, 12 ആ ഒരു സമയമായപ്പോൾ നമ്മൾ ഗുജറാത്തിൽ എത്തി. അങ്ങനെയാണ്. ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും കയറി ഇവിടെ എത്തി. രാവിലെ എത്തി. നമ്മൾ മണാലി എത്തി. അതാണ് നമ്മൾ മണാലി സ്ഥലം. അപ്പോൾ എപ്പോഴും എങ്ങനെയുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മുടെ ഹിമാചൽ പ്രദേശ് നമ്മൾ ഏറ്റവും നല്ല മനോഹരമായിട്ടൊരു സ്ഥലമാണ് മണാലി. ഒരുപാട് ഇഷ്ടപ്പെട്ട്. നല്ല എന്താ പറയുക, അവിടെ നിന്ന് പറയുമ്പോൾ അടുപ്പിച്ച് ഓരോ ഇതാണ്, ലോഡ്ജും ഇതൊക്കെയാണ് ഉള്ളത്. വീട് ഉണ്ട്, പക്ഷേ എന്നാലും കൂടുതലും ലോഡ്ജൊക്കെ ഉള്ളത്. പിന്നെ രാവിലെ എണീറ്റില്ലേ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടില്ലേ, എൻ്റെ കോലം കണ്ടില്ലേ, ഓർക്കണിട്ടിൻ്റെ അതിന് ആ ഒരു ത്രില്ലിൽ ഞങ്ങൾ ഇരിക്കുക. അങ്ങനെ സ്ഥലം എത്തി. അപ്പം എന്തായാലും കോൺടാക്റ്റ് ചെയ്യണം. അപ്പം അവർ ഇവിടെ എത്തും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഹിന്ദിക്കാരനാണ്. അപ്പം അത്യാവശ്യം ഹിന്ദിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ കോൺടാക്റ്റ് ചെയ്തു. അയാൾ വിളിച്ചായിരുന്നു വണ്ടിക്കാരെ. നമ്മൾ ഇവിടെ 3 ദിവസത്തേക്ക് അങ്ങേരാണ് ഡ്രൈവറായിട്ട് വരുന്നത്. അപ്പം അയാൾ വിളിച്ചപ്പം വരാമെന്നിപ്പോൾ പറഞ്ഞായിരുന്നു. അങ്ങനെ വയ്യെ വിളിച്ചു, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വെയിറ്റിംഗ് ഞങ്ങൾ. അപ്പോൾ നമ്മൾ നേരെ ലോഡ്ജിൽ കൊണ്ടുപോകും. അപ്പം വയ്യയ്ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗാണ്. ഇപ്പോൾ വണ്ടി വരുമെന്ന് കണ്ട്. കുറേ മലയാളീസൊക്കെ ഉണ്ട്. മലയാളീസ്, ഹിന്ദിക്കാർ ഒരുപാട് പേരുണ്ട് അല്ലേ. എല്ലാവരും ഓരോ വെയിറ്റിംഗ്. അങ്ങനെ കാത്തു നിന്ന് നമ്മുടെ കാറെത്തി. ഡ്രൈവർ വിളിച്ചു, നമ്മൾ കാറിനകത്ത് കയറി. അങ്ങനെ ഞാൻ ഇങ്ങനെ ബൈയുടെ കാര്യമൊക്കെ സംസാരിച്ചു. അങ്ങനെ ഓരോ കാര്യമൊക്കെ പറഞ്ഞു. ഇതുപോലെ റെസ്റ്റ് എടുക്ക്, എന്നിട്ട് നിങ്ങൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. 12, 1 മണിക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു ഇന്നത്തെ ദിവസം. അങ്ങനെ നമ്മൾ 12 മണിക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ലോഡ്ജിൽ നമ്മൾ എത്താറാൻ പോകുന്നു. ലോഡ്ജിൻ്റെ പേരൊക്കെ ഞാൻ പറയാം. ഏകദേശം എങ്ങനെയുണ്ട് വ്യൂസൊക്കെ. അന്ന് ഞാൻ യൂട്യൂബ് ഇല്ലാത്തതുകൊണ്ടൊന്നും ഇടാൻ പറ്റിയില്ല. അങ്ങനെ നമ്മുടെ എത്തി ലോഡ്ജ്. ഇത് 6 എലമെൻ്റ് എന്ന് പറഞ്ഞൊരു ലോഡ്ജാണ്. കൊള്ളാം, അത്യാവശ്യം കൊള്ളാം. ഞാൻ വിചാരിച്ച് കൊള്ളാം. നമ്മൾ വരുന്ന മുന്നേ ഫോട്ടോസൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കൊള്ളാമല്ലോ കാണാൻ. ഇത്രയും അഫോർഡബിളായിട്ട് പ്ലേസ് ഒരിടത്തും കിട്ടത്തില്ല. സെറ്റാണ് നമുക്കിവിടെ നിൽക്കാൻ പറ്റിയത്. കണ്ടില്ല, വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ട ബാൽക്കണി സൈഡിൽ നല്ലൊരു വ്യൂ ആണ്. കണ്ടിരിക്കാൻ ഇവിടെ നല്ല രസമുണ്ട്. കണ്ടില്ലേ, നല്ല മഞ്ഞ്, നല്ല അപ്പുറത്തൊക്കെ റൂമാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. ബാൽക്കണി തന്നെ നോക്കിയാൽ മതി, നല്ല കാഴ്ച ഇവിടെ കണ്ട. അങ്ങനെ
ഞാൻ റൂമൊക്കെ കാണിച്ചു തരാം. ഇത് ബെഡ്, അപ്പുറത്ത് ഒരു ചെയറും ഒരു ഡൈനിങ് സെറ്റ് പോലെ അതും. ഇതാണ് ബാത്റൂം. അല്ലേ, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, നല്ലതാണ്. കണ്ടില്ലേ മിറർ, എൻ്റെ ഏറ്റവും ഒരു ഹോബിയാണിത് എവിടെ പോയാലും. അങ്ങനെ ഞങ്ങൾ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് പല്ലൊക്കെ തേച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിളിച്ചവർ. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് പറയാം. അങ്ങനെ ഫുഡൊക്കെ പറഞ്ഞു. അന്നത്തെ ദിവസം മാത്രം തന്നെ. പിന്നെ അവർ തന്നെ ഫുഡാണ്. അങ്ങനെ പൂരിയും കിഴങ്ങ് കറി എന്തോണം പറഞ്ഞ്, പിന്നെ പൂരിയും അതും കൊണ്ടുവന്നിരുന്നു. പിന്നെ കോഫി ഞങ്ങൾ പറഞ്ഞു. പിന്നെ അവനാണെങ്കിൽ സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇത്രയും നമ്മൾ ഓർഡർ ചെയ്തു. അങ്ങനെ പൂരിയൊക്കെ കൊണ്ടുവന്നതിന് കോഫിക്കും പിന്നെ അവൻ്റെ സാൻഡ്വിച്ചിന് വേണ്ടി നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യുക. നല്ല കാഴ്ച, നമ്മളങ്ങനെ കണ്ടിരിക്കും അല്ലേ. പൂരിയും കോഫി സാൻഡ്വിച്ച്. അവനെന്തോ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തന്നെ കഴിച്ചു. പിന്നെ ഒരു ചെറിയൊരു വീഡിയോ. നമ്മൾ ഇറങ്ങി, നമ്മൾ ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ റെഡിയായതാ, ഡ്രൈവറിനെ വിളിച്ചു, ഞങ്ങളിതാ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ പാക്കേജ് എന്ന് പറയുമ്പം എവിടെയാണ് പോകണതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് ഇന്ന് Day 1 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഹദിംബ ടെമ്പിളിലാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. കണ്ട പോകുന്ന റൂട്ടിലുണ്ട് നല്ല നല്ല കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. നല്ല ദൂരമുണ്ട് കേട്ടോ, പക്ഷെ എന്തായാലും നമുക്ക് കണ്ടിരിക്കാം. കാരണം ഇന്ന സ്ഥലത്ത് വരുന്നതൊരു എന്താ പറയുന്ന നമ്മുടെ ഒരു ഡ്രീമാണ്. ആ ഒരു ഡ്രീം പണ്ടേ കണ്ടൊരു സ്വപ്നമാണ്. അത് നമ്മളിപ്പം കാണുന്നു ഇവിടെ ഓരോന്നും. ഇതാണ് നമ്മുടെ ഹദിമ ടെമ്പിൾ പോകുന്ന റൂട്ട്. പിന്നെ ഡ്രൈവറാണെങ്കിൽ ഹിന്ദി, അപ്പോൾ അയാളോട് ഹിന്ദി ഇങ്ങനെ സംസാരിച്ചിരിക്കണം. അങ്ങനെ ഇതാണ്. പിന്നെ ഞാൻ പോയത് ഇനി ഒരു ചേട്ടൻ്റെ വഴിയാണ് പോയത്. പിന്നെ ആ ചേട്ടന് ആർക്കെങ്കിലും അത്യാവശ്യം പോകണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ മതി. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം തരാം, ഇന്നതാണെന്നൊക്കെ പറഞ്ഞുതരാം. പിന്നെ ആ ചേട്ടൻ ഇവിടെ ഈ ഡ്രൈവർ ഇങ്ങനെ ഓരോ ഇതൊക്കെ പറയുകയാണ്, തുണിയൊക്കെ. പക്ഷേ ഇതൊക്കെ നല്ല റേറ്റാണ്. വേറെ ചീപ്പസ്റ്റ് റേറ്റ് ഡ്രസ്സൊക്കെ കിട്ടും അവിടെയൊക്കെ, കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. നല്ല സ്നേഹമാണ്. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അയാൾക്ക് മലയാളം ഇതൊക്കെ അറിയില്ല, ഹിന്ദി മാത്രമേ അറിയില്ല. പിന്നെ തട്ടിയൂട്ടി ഹിന്ദിയൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് നമ്മൾ. അങ്ങനെ അതൊക്കെയാണ് കാര്യം. പിന്നെ നമ്മൾ നല്ല ദൂരമുണ്ട്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇവിടെ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇനി വരുമ്പം കോണ്ടാക്ട് ചെയ്യണം. നല്ലൊരു ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ട്രിപ്പ് എന്ന് പറയാൻ. ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്ത്. ഇത്രയും നമ്മളൊരു ചൈൽഡ്ഹുഡ് എന്താ പറയുക, ഒരു മെമ്മറിയാണിത്. അങ്ങനെ ഇവിടെ സ്ഥലം എത്തി. കുറച്ച് നടക്കാനുണ്ട്. പിന്നെ ഞാൻ അവനെ കളിയാക്കുക, അനിയനെ. അവനെ പോലെയാണ് അതിനെ കളിയാക്കിയത്. അങ്ങനെ നടന്ന് നമ്മൾ ഈ ടെമ്പിളെന്ന് പറയുമ്പോൾ ഷാറുഖ് ഖാൻ്റെ ഒക്കെ സിനിമയൊക്കെ ഉണ്ടല്ലോ, പേര് മറന്നു പോയല്ലോ. ആ സിനിമയിൽ അങ്ങനെയൊക്കെ ഉണ്ട്, ഷൂട്ടൊക്കെ ചെയ്ത സ്ഥലമാണ്. പക്ഷേ കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അങ്ങനെ അപ്പം നിങ്ങൾക്കത് പോകുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ പേര് മറന്നുപോയി, സിനിമ പേര് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. മറന്നുപോയി സിനിമയുടെ പേരെന്താണെന്ന്. പിന്നെ നമ്മളിങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്താണ്. പക്ഷെ നല്ല റേറ്റ് ഓരോന്നിനും നല്ല റേറ്റ്. അകത്തോട്ടൊക്കെ റേറ്റ് കുറവാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ സ്റ്റെപ്പ് കയറി. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്ഥലം അറിയുമോ ഒന്ന് പറയുമോ? അങ്ങനെ സ്റ്റെപ്പ് കയറി അങ്ങനെ ഓരോരോ ഡ്രസ്സ്, പല ഡ്രസ്സും ആയാലും ജുവലേഴ്സ് ആയാലും എല്ലാം കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ പല ഇങ്ങനെ നോക്കുക. ഇത് കൊള്ളാമല്ലോ, ഇത് കൊള്ളാം. പക്ഷേ എല്ലാത്തിനും കുറച്ച് റേറ്റ് കൂടുതലാണ്. നമ്മളെക്കൊണ്ട് പോയിട്ടില്ല, കാണിച്ചത് നമ്മൾ ഇത്രയും നല്ല ബഡ്ജറ്റിൽ നമ്മൾ ഇവിടെ വന്നത്. ഇനി സാധനം കൂടി വാങ്ങിയപ്പോൾ ഉള്ളത് അതിന് പൈസയൊന്നും കാണത്തില്ല. ബാക്കി ഇനി കറങ്ങാനൊക്കെ പോകട്ടെ. അതാണ് ഇന്ന് എൻ്റെ കോസ്റ്റ്യൂം. എൻ്റെ ജീൻസും ഒരു ബ്ലാക്ക് ഒരു ടീഷർട്ട്, പിന്നെ ഒരു കോട്ട് ജാക്കറ്റാണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് ഹദിമ ടെമ്പിൾ. കണ്ടാ ടെമ്പിൾ. പിന്നെ അകത്തോട്ട് തൊട്ടപ്പുറത്ത് ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു മണാലി എന്ന് പറയുന്ന ഒരു ഫേമസ് സ്ഥലമല്ലേ. അപ്പം അവരുടെ ഡ്രസ്സ് പല ആൾക്കാരും വന്ന് ഫോട്ടോഷൂട്ടും അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പല റീൽസിലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ എടുക്കണമെന്നൊക്കെ, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയൊക്കെ എടുക്കുന്ന ഞാൻ റീൽസിൽ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി നമുക്കിന്ന് വാങ്ങിച്ചാൽ, നമുക്ക് റേറ്റ് അറിയത്തില്ലല്ലോ ഇതിൻ്റെയൊക്കെ. ഇതാണ് ടെമ്പിളിൻ്റെ കണ്ട ടെമ്പിൾ ഫ്രണ്ടും സൈഡ് പോർഷനൊക്കെ കണ്ടോ.
അവന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങനെ പോയതാണ്. അങ്ങനെ പിന്നെ നമ്മളെന്ത് അവിടെ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി ഒരാൾക്ക് 100 രൂപയാണ്. എല്ലാം സംഭവം കൊണ്ട് കണ്ട ഡ്രസ്സ് കൊടുക്കുന്ന രീതി കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാനൊക്കെ. ഞാൻ അത് റീൽസ് ഇട്ടായിരുന്നു, ഇൻസ്റ്റഗ്രാമിൽ ഇട്ടായിരുന്നു, യൂട്യൂബിൽ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. നിങ്ങളിത് കാണണേ. അവരുടെ ഒരു കോസ്റ്റ്യൂമാണ്, എല്ലാം ഉണ്ട്. എനിക്ക് അത്യാവശ്യം ഇതിൽ തന്നെ ഒരു 100K വ്യൂസ് എന്തോ ഉണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. പലരും ചോദിക്കുന്നു ഇത് കൊള്ളാമല്ലോ, ഇത് ഞാൻ കണ്ടില്ല എല്ലാം ഇട്ട് എല്ലാവരും ചോദിക്കും ഇത് കൊള്ളാമല്ലോ, എത്ര രൂപയാണ് അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ അവിടെ അടുത്ത് ഫോട്ടോഷൂട്ടുണ്ട്, അവിടെ പ്രത്യേകിച്ച് പൈസയൊക്കെ കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്ത് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. നല്ല രസമുള്ള ഫോട്ടോസ് കിട്ടിയായിരുന്നു. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. അപ്പോൾ അതിനൊരു 100 രൂപയ്ക്ക് 200 രൂപ അങ്ങനെ എന്തോ ആണ്. അതെല്ലാം എടുത്തിട്ട് നിന്ന് തിരിച്ച് ആ ഡ്രസ്സും എടുത്ത്. നല്ല വിശപ്പായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ചോറും മീനൊന്നും കിട്ടത്തില്ല, അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ എന്തോ എന്ത് കഴിച്ചു, നൂഡിൽസും അതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. പിന്നെ എല്ലാം കഴിഞ്ഞു. ഇവിടുത്തെ ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ തിരിച്ച് ഡ്രൈവറിനെ വിളിച്ച് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് വേണ്ടി ഞങ്ങൾ പോവുക. ഭയങ്കര തണുപ്പാണ്, പറ്റുന്നില്ല. അപ്പോൾ രാവിലെ വന്നപ്പോൾ നല്ല തണുപ്പ്. കാരണം ഒരു നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആ സമയമാകുമ്പോൾ ഒടുക്കത്തെ തണുപ്പായിരിക്കും. പക്ഷെ എന്നാൽ ആ സമയത്ത് തന്നെ കാണാൻ പറ്റിയ സമയം അതാ. അപ്പോൾ അടുത്ത സ്ഥലത്ത് നമുക്ക് കണ്ടാലോ. നമ്മളിവിടെ എത്തി. ഇതെന്ന് പറയുമ്പോൾ വൻ വിഹാർ പാർക്ക് ആണോ ക്ലബ് ഹൗസാണോന്ന് അറിയത്തില്ല, അതെന്ന് തോന്നുന്നു. അപ്പം നല്ല ഇതും കാണാൻ അത്യാവശ്യമുള്ള നല്ല കാഴ്ചയാണ്. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ പേടി ചെയ്യാനൊക്കെ. അപ്പം അവനും ചെയ്യാത്തതുകൊണ്ട് ഞാനും ചെയ്തില്ല. പൈസയും പിന്നെ ഇച്ചിരി കൂടുതലാണ്. അത്യാവശ്യം കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇതിന് ചുരുക്കിയാണ് നമ്മളിങ്ങനെ വന്നത്. കണ്ടില്ലേ, നമ്മളിങ്ങനെ സ്റ്റെപ്പ് വരെ അങ്ങ് നടക്കണം, അവിടെ നിന്ന് അങ്ങ് പോകണം. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നല്ല ഹാൻഡിക്രാഫ്റ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. പക്ഷെ അത് നല്ല റേറ്റാണ് ഓരോന്ന്. പക്ഷെ കൊള്ളാം. ഞാൻ ഓരോന്നൊക്കെ വില ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങോട്ടൊക്കെ പോയി കുറേ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തായിരുന്നു. ഇതൊക്കെ ഫോട്ടോ ഞാൻ പിന്നെയൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കണ്ടതില്ലേ ഓരോരോ ഇത് എന്തെല്ലാം ബാഗായി പോലും എല്ലാത്തിനും നല്ല ബ്യൂട്ടിഫുൾ, ഓരോന്നും കാണാൻ രസമുണ്ട്. ഇങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ ഇത് കാണുമ്പോൾ എല്ലാവരും മേടിക്കും. നമ്മൾ ബ്യൂട്ടിഫുള്ളായ ഒരുപാട് സാധനങ്ങൾ കാണില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മേടിക്കും. ഇപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് മേടിക്കാതെ ഇത് കണ്ടിട്ട് പോയി. അതാണ് ഞാൻ അങ്ങോട്ട് പോയില്ല. ഞാൻ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല. ഇത് തന്നെ നല്ല റിവർ. അപ്പോൾ റിവർ കൂടെ ഇപ്പോൾ നല്ല തണുപ്പാണ്, കട്ട ഐസ് തണുപ്പായിരുന്നു. പിന്നെ കണ്ട ഞാൻ പറഞ്ഞില്ല ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. പക്ഷേ അതിനൊക്കെ ഓരോന്ന് 2000 3000 അങ്ങനത്തെ ബഡ്ജറ്റ് എന്തോ ആണ്. പക്ഷെ ഞാൻ പോയില്ല. മമ്മി പറഞ്ഞു പോയിക്കോ എന്ന് പറഞ്ഞ്. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷേ ഇതിന് 150 ഇതിൻ്റെ ഈ സംഭവം, 150 രൂപയ്ക്കാണ്. കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ അല്ലേ. എനിക്കാണെങ്കിൽ പേടിയാവുന്നത്, ഇത് വെച്ച് പോകുമ്പോഴേ എനിക്ക് പേടി. ഞാൻ പറയും എനിക്ക് വേണ്ട, ഞാൻ വീണാലോ, എനിക്ക് പേടിച്ചായിരുന്നു. ഞാൻ അവിടെ പാറയിൽ അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കണ്ടില്ലേ, കുറച്ച് വീഡിയോസായി പോലും എടുത്ത്. തണുപ്പ് ഒടുക്കത്തെ തണുപ്പ്, അയ്യോ ഇരിക്കാൻ പറ്റത്തില്ല, അതങ്ങനെ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ അങ്ങനെ ഒരു കാഴ്ചയും കണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുക. നിങ്ങൾ മസ്റ്റായിട്ട് വരണം. നിങ്ങൾക്കിപ്പം അത്യാവശ്യം കുറച്ച് സേവിങ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് നോക്കണം. ഓരോന്നും ഓരോ റേറ്റാണ്. റേറ്റ് കുറച്ച് ഉള്ളതാണ് നോക്കണം, അത് കുറച്ച് വരണം. പിന്നെ ഇവിടെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ നോക്കിയായിരുന്നു. അത് നല്ല നല്ല ഡ്രസ്സുകളാണ്, എല്ലാത്തിനും ഓരോ റേറ്റ്. എല്ലാം കണ്ടിട്ട് പിന്നെ ഞാൻ ഡ്രൈവറിനെ വിളിച്ച് തിരിച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ആയി. അല്ല പിന്നെ അടുത്തിനി ഇവിടെ ബുദ്ധിസ്റ്റിൻ്റെ ടെമ്പിളാണ്. അപ്പോൾ അതാണ് അടുത്തത്. അപ്പം 8 ദിവസം ഉണ്ടെങ്കിൽ ഇത് ഫുള്ളും കവർ ചെയ്യണം. ഇതാണ് നമ്മുടെ സ്കീം ഇന്നത്തെ. അപ്പം നമുക്കിനി അവിടെ പോയാലോ. അങ്ങനത്തെ അവിടെ എത്തി. കുറച്ച് നടക്കാനുണ്ട്. അപ്പം അങ്ങനെ ഓരോരോ അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ കുറേ മലയാളീസൊക്കെ കണ്ടായിരുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കുറേ ഫ്രണ്ട്സും അങ്ങനെയൊക്കെ. അങ്ങനെ
ഞാനും മമ്മിയാണെങ്കിൽ എന്തോ ഓരോന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് കൊള്ളാം, പറ്റിയ സ്ഥലമാണ് നമുക്ക് വരാനൊക്കെ, നല്ല കൊള്ളാം. കണ്ടില്ലേ, ഇത്രയും മനോഹരമായ പ്ലേസ് മിസ്സാക്കാൻ പാടില്ല. എല്ലാവരും വരണം മസ്റ്റായിട്ട് കാണാനും. കണ്ടില്ലേ ബുദ്ധിസ്റ്റിൻ്റെ ടെമ്പിൾ, അതിങ്ങനെ ചുറ്റിപ്പോകണം, വേറൊരു വഴി പോകണം. നിങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന് അത് കഴിഞ്ഞിട്ട് ഭാഗം. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന് ഫോട്ടോസും റീൽസും അങ്ങനെ എടുത്തു. പിന്നെ അങ്ങനെ ഒരു വൈബായിരുന്നു. ഒരു ഈവനിങ് ഒരു 5 ആ സമയത്തുണ്ട്, 4-5 മണി എന്തോ ആയിരുന്നു. അപ്പോഴും തണുപ്പ് തന്നെ തണുപ്പ്. പിന്നെ ജാക്കറ്റൊക്കെ ഇട്ടിരിക്കൊണ്ട് പിന്നെ പേടിക്കണം. നമ്മൾ ജാക്കറ്റൊക്കെ മേടിച്ച് ഡൽഹിയിലായിരുന്നു. കാരണം ഇവിടെ മണാലിക്ക് നല്ല റേറ്റ് ആയിരിക്കും. ഞാൻ ഇന്ന് ഡൽഹിയിൽ ഒരു ഒന്നര വർഷം ഞാൻ ഡൽഹിയിൽ നിന്നല്ലോ. അപ്പോൾ എനിക്കറിയാം നല്ല റേറ്റ് കുറവാണ്, വിലപേശി അങ്ങനെ മേടിക്കും. പിന്നെ അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ കോഫി കുടിക്കാൻ തോന്നുന്നു. പിന്നെ അങ്ങനെ ചൂട് കോഫി കുടിക്കാൻ നമ്മളൊരു കടയിൽ കയറി. കോഫിയും പിന്നെ ജിലേബി എന്ന് വെച്ചാൽ നമ്മളോട് വഴി പോയപ്പോൾ ഇങ്ങനെ ജിലേബി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, ജിലേബി കഴിക്കാൻ തോന്നി. ഞാൻ ഭയങ്കര ക്രാവിങ്സാണ് ഓരോന്നും, സ്വീറ്റ്സ് ആയാലും എല്ലാത്തിനും. എന്താ ജിലേബി വിത്ത് കോഫി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ മൊമോസ് ആർക്കും ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് മൊമോസ് കഴിക്കാം. ഇവിടെ വന്നിട്ട് ഞാൻ ഈ മണാലി വന്നിട്ട് ഫുള്ളും നൂഡിൽസ് മൊമോസ് അതായിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഡ്രൈവറിനെ വിളിച്ചു തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു. ഇന്നത്തെ ഇത്രയേ ഉള്ളൂ പ്ലേസ്. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തെത്തി, നമ്മൾ റൂമെത്തി. നല്ല തണുപ്പായതുകൊണ്ട് ഓരോന്ന് ഞാൻ ഫേസ് മാസ്ക് ഫേസ് എല്ലാം മേടിച്ച്. ഭയങ്കര തണുപ്പ്, പറ്റുന്നില്ല. അത്രയും വിറച്ചിരുന്ന് ചൂടുവെള്ളത്തിന് മേലെ കഴിഞ്ഞിട്ട് ഷാനോടെ ഇങ്ങനെ ചൂടോടെ ഞാൻ ഇരുന്നു. ഇതാണ് നൈറ്റ് വ്യൂ, നമ്മുടെ ബാൽക്കണി നൈറ്റ് വ്യൂ കണ്ടില്ലേ, മലയും കുന്നും എല്ലാം. ഓരോരോ ലോഡ്ജായാലും അപ്പാർട്ട്മെൻ്റ് ആയാലും എന്തായാലും ഇല്ല. പിന്നെ ഡിന്നറിന് അവർ വിളിച്ചായിരുന്നു. അത് അവിടുത്തെ റൈസാണല്ലേ, അതും ഒരു പരിപ്പ് കറി, അങ്ങനത്തെ ഒരു കറി എന്തോ ആണ്, പരിപ്പ് തോന്നി. നമുക്കൊരു വെള്ളം പോലെ ഇരിക്കുന്നു. നോക്കിയപ്പോൾ ചിക്കൻ കൊള്ളാമല്ലോ. പക്ഷെ മമ്മി ചിക്കൻ കഴിക്കില്ല. അപ്പോൾ മമ്മി ചപ്പാത്തിയും ഇതൊക്കെ ചോറും കറിയും ഇത് ആയിരുന്നു. ഞങ്ങൾ ഇത് ചിക്കൻ കൂട്ടി കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.